പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇനി പുത്തൻ രൂപത്തിൽ കിടിലൻ റോബോട്ടിക്കുകൾ ഇറങ്ങും. റോബോട്ടിക് നിർമ്മാണ രംഗത്ത് അറിയപ്പെടുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ ജെൻ റോബോട്ടിക്സിന്റെ നിർമ്മാണ യൂണിറ്റാണ് കോളേജിലും പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ മേഖലയ്ക്കും അനിവാര്യമാണ്. അത്തരത്തിൽ പ്രധാനമായും വേണ്ടിയിരുന്ന ഒരു മേഖലയിലേക്കാണ് ഇനി റോബോട്ടിക്കുകൾ ഇറങ്ങുക. അഴുക്കുചാലുകളിലെ ആൾത്തുളയിൽ ഇറങ്ങി മാലിന്യം നീക്കം ചെയ്യുന്ന ബാൻഡിക്കൂട്ട് മൊബിലിറ്റി പ്ലസ് എന്ന പേരിലുള്ള വാഹനത്തിൽ ഘടിപ്പിച്ച വെഹിക്കിൾ മൗണ്ടഡ് റോബോട്ടിക് സ്കാവഞ്ചിങ് യന്ത്രമാണ് കോളേജിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചെടുക്കുക. ജെൻ റോബോട്ടിക്സ് ബാൻഡിക്യൂട്ട് എന്ന പേരിൽ നേരത്തെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള യന്ത്രത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇവിടെ നിർമ്മിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം തൊഴിലും സമ്പാദ്യവും ഉറപ്പാക്കുന്ന ക്യാമ്പസിൽ വ്യവസായം പദ്ധതിയുടെ ഭാഗമായാണ് കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി. റോബോട്ടിക് യുഗത്തിൽ വിദ്യാർത്ഥികളെ സാങ്കേതിക വിദ്യകൾ അറിയുന്നവരായി മാറ്റുകയും സമൂഹത്തിന് ഉപകാരപ്രദമാകും വിധം വളർത്തിയെടുക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. 2 ഷിഫ്റ്റിൽ ആൾത്തുളയിൽ ഇറങ്ങി മാലിന്യം നീക്കുന്ന റോബോട്ടിക് യന്ത്രങ്ങളെ വികസിപ്പിച്ച് നേരത്തെ ശ്രദ്ധ നേടിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ്. പോളിടെക്നിക് കോളേജിലെ പഴയ ഇലക്ട്രിക്കൽ ലാബ് സ്ഥിതി ചെയ്തിരുന്ന 10,000 ചതുരശ്ര അടിയിലുള്ള കെട്ടിടത്തിലാണ് കമ്പനിയുടെ പുതിയ നിർമ്മാണ യൂണിറ്റ്. കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒഴിവു സമയങ്ങളിൽ യൂണിറ്റിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാനും സമ്പാദിക്കാനുമുള്ള സൗകര്യമുണ്ടാവും. പ്രവൃത്തി ദിവസം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 വരെയുമായി 2 ഷിഫ്റ്റുകളിലാണ് യൂണിറ്റിന്റെ പ്രവർത്തനം നടക്കുക. പഠനശേഷം വൈകുന്നേരത്തെ ഷിഫ്റ്റിൽ വിദ്യാർത്ഥികൾക്ക് യൂണിറ്റിലെത്തി ജോലി ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 20 വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ അവസരം ലഭിക്കുന്നത്. മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ യൂണിറ്റിൽ 20ഓളം ജീവനക്കാരുമുണ്ടാകും. പ്രായോഗിക പരിശീലനത്തിലൂടെ കുട്ടികളിൽ പഠനം കൂടുതൽ എളുപ്പമാക്കുകയും അവരിൽ തൊഴിൽ താല്പര്യവും പുതിയ ആശയങ്ങളും രൂപപ്പെടുത്തുകയുമാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. ജനുവരി 31-നകം 10 യന്ത്രങ്ങളെങ്കിലും നിർമ്മാണം പൂർത്തീകരിച്ച് പുറത്തിറക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ജെൻ റോബോട്ടിക്സ് ചീഫ് സ്റ്റാഫായ റെനിൻ രാജേഷ് പറഞ്ഞിരുന്നു. ഓടകളിൽ ഇറങ്ങി മാലിന്യം നീക്കുന്ന ബാൻഡിക്കൂട്ട് റോബോട്ടിക് യന്ത്രം പിക്കപ്പ് വാനിൽ ഘടിപ്പിച്ചാവും പ്രവർത്തിപ്പിക്കുക. ഹൈഡ്രോളിക് സഹായത്തോടെ യന്ത്രം ഓടയിലിറങ്ങി മാലിന്യം മുകളിലേക്ക് എടുക്കും. യന്ത്ര സഹായത്തോടെ തന്നെ പിക്കപ്പ് വാനിലെ പ്രത്യേക അറയിലേക്ക് മാറ്റി സ്ഥലത്തു നിന്ന് നീക്കം ചെയ്യും. നഗരസഭ, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് പ്രധാനമായും യന്ത്രങ്ങൾ നൽകുന്നത്. ഇതിനു പുറമെ ഇതര സംസ്ഥാനങ്ങളിലേക്കും യന്ത്രങ്ങൾ കയറ്റി അയക്കുന്നുണ്ടെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.